ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ ഹോം ടൂറാണ് പുറത്തെത്തിയത്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ സപ്പോട്ട മരം എന്ന് പറയുന്നത്. പിന്നെ കോഴിക്കൂടാണ് അടിയിലുള്ളത്, അതിൽ കോഴികളില്ല. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ പെര, ഇപ്പോൾ വാടകയ്ക്കായി കൊടുക്കുന്നുണ്ട്. ഇനി നേരെ പോകുന്നത് ഞങ്ങളുടെ കളിസ്ഥലത്തേക്കാണ്. സൈഡിൽ കാണുന്നത് ചീരയും പിന്നെ കരിവേപ്പിലയാണ്. നല്ല കരിവേപ്പിലയാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഈ താഴെ കാണുന്നത് ഫുള്ളും വാടാമല്ലികളാണ്. ഈ റൂട്ടിൽ തന്നെയാണ് ഞങ്ങളെ സ്ഥലത്തേക്ക് പോവുക. ആ കാണുന്ന കണ്ടോ, അതാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം കളിക്കുന്നത്. ഈ പറമ്പ് ഞങ്ങൾ എപ്പോഴും ഇരിക്കാറും കളിക്കാറും ഒക്കെ അടക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ മഴ പെയ്തുകൊണ്ട് ആകെ ഇതായിട്ടുണ്ട്. ഇവിടെ ഈ തൊഴുത്തിലാദ്യം പോത്തും മൂരിയും പശുവും ആടും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മേടിക്കണില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെ അതിൽ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കളിക്കാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ മലപ്രദേശം എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ഇതാണ് റംബുട്ടാൻ മരം. ഇതേമേ ഇഷ്ടംപോലെ റംബുട്ടാൻ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് പഴുത്തിട്ടില്ല, പഴുക്കാനുള്ള കാലമാവുന്നുള്ളൂ. കുറേ ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് 25 ഉണ്ട് ആദ്യമേ. പിന്നെ ഇതാ ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ കളിക്കാനൊക്കെ പോകാറുണ്ട്. പിന്നെ ഓരോരോ തരം മാവുകളാണ്. പിന്നെ വാഴ, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ തെങ്ങും കവുങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം ഞങ്ങൾ എന്തൊക്കെയാണ് കളിക്കാൻ യൂസ് ചെയ്യാന്നുള്ളത്. അവിടെ കണ്ടോ നിങ്ങളൊരു സ്റ്റാൻഡ്, ഇതിലാണ് ഞങ്ങളുടെ കളി സാധനങ്ങളൊക്കെ വെക്കുക കേട്ടോ. ഇത്രയല്ല, തോനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പോയതാണ് തോന്നുന്നു. പിന്നെ ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു. ആദ്യം ചാണകക്കുഴിയായിരുന്നു, പക്ഷേ ഇതിപ്പോൾ സ്വിമ്മിംഗ് പൂളാക്കി കേട്ടോ. പിന്നെ അതങ്ങനെ മാറ്റിയതാണ്. ഇതവിടെ ഇങ്ങനെ ഗേറ്റ് വാതിലൊക്കെ ഉള്ള മാതിരി ഉണ്ട്, പക്ഷെ അത് തുറക്കാൻ കിട്ടൂല ഗൈസ്. ഞാൻ ശ്രമിച്ചു, പക്ഷെ അത് തുറക്കാൻ കിട്ടിയില്ല. കുറ്റിയൊക്കെ പോന്നു, പക്ഷേ തുറക്കാൻ വയ്ക്കണില്ല. ശ്രമിച്ചു ഗൈസ്, വയ്ക്കത്തില്ല. എന്തിനാപ്പം നമ്മൾ അയിക്കൂടെ പോണ്? ഇതാ നമുക്ക് അയിക്കൂടെ ഒക്കെ ചാടിപ്പോയതല്ലേ. പിന്നെ ഇതാ ഇവിടെ പിന്നെ കാണിച്ചു തരുന്നത്, ഇവിടെ നല്ല രസമാണ്. പിന്നെ അവിടെ നിങ്ങൾ നീല ടാങ്ക് കണ്ടോ, അവിടെ ഇട്ടോ ഞങ്ങൾക്ക് വെള്ളം കിട്ടാതാകുമ്പോൾ ഞങ്ങൾ ആ ടാങ്ക് നിന്നാണ് ഉപയോഗിക്കുക. പിന്നെ ആ കാണുന്നതാണ് ഞങ്ങളെ വെറുകും പെര എന്ന് പറയുന്നത്. പിന്നെ കടച്ചക്കൻ്റെ മരമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കൗങ്ങമ്മ കാട്ടിക്കുന്നതാണ്. പേരെഴുതുക, പിന്നെ ഫാമിലി എഴുതുക. കണ്ടോ, എൻ്റെ പേരാണ് നിഞ്ഞു എന്നൊക്കെ. പിന്നെ ഫാമിലി അങ്ങനെയൊക്കെ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളെ വീട്ടിലുള്ള പൂച്ചട്ടികളിൽ ഒന്നാണ്. ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല. റോസാപ്പൂ പലതരമുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളെ വീട്ടിൽ ഉമ്മു കുൽസ് പറയുന്ന പൂച്ച. എപ്പോഴും കുൽസുത്തരം കാട്ടും.